സാഹിത്യത്തിൻ്റെ ഒരു വസന്തോത്സവമാണ് ഇപ്പോൾ ഷാർജയിൽ. അറബ് ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യമേള ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്നു. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നാണ് ഷാർജയിലെ. ഷാർജയെ അറബ് ലോകത്തെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും തലസ്ഥാനമാക്കി മാറ്റിയ ഭരണാധികാരി UAE സുപ്രീം കൗൺസിൽ അംഗം ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് മേള ഉദ്ഘാടനം ചെയ്തത്. 49ാമത് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എഴുത്തുകാരെയും വായനക്കാരെയും എല്ലാവരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്നതാണ്. പുസ്തകോത്സവത്തിൻ്റെ ഇത്തവണത്തെ തീം ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക്. വായനക്കാരനും ഒരു പുസ്തകത്തിനും ഇടയിൽ. ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇതുപോലെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ചിലപ്പോൾ നമുക്ക് ദേഷ്യമാകും, സങ്കടമാകും ഉണ്ടാകുക, ക്രോധം വരും. ചിലപ്പോൾ നമ്മൾ പുസ്തകം വായിച്ച് പൊട്ടിച്ചിരിക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഭാവഭേദങ്ങൾ, ആ പുസ്തകത്തിലെ കഥാപാത്രമായി മനുഷ്യൻ മാറുന്ന അവസ്ഥ, അതാണ് പുസ്തകോത്സവം പങ്കുവയ്ക്കുന്നത്. ഗ്രീസാണ് ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ അതിഥി രാജ്യം. ഗ്രീസിൻ്റെ പവലിയനാണ് ഈ കാണുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഗ്രീസിൻ്റെ സംസ്കാരം, ഗ്രീസിൻ്റെ സാഹിത്യമൊക്കെയാണ് നമ്മളെ ഇവിടത്തേക്ക് വരവേൽക്കുക. 75 അംഗ ടീമാണ് ഗ്രീസിൽ നിന്നും വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ 21 കവികളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഗ്രീസിൻ്റെ കല, സംസ്കാരം ഇതൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്ന പല വിധത്തിലുള്ള പരിപാടികൾ ഓരോ ദിവസം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൂവായിരത്തോളം പുസ്തകങ്ങളാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ മാതൃഭൂമി ബുക്സ് വായനക്കാരിൽ എത്തിക്കുന്നത്. ചെറുകഥ, നോവൽ, ആത്മകഥ, വിവർത്തനം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, യാത്രാ വിവരണം, അനുഭവക്കുറിപ്പ്, ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പുസ്തകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലെയും എഴുത്തുകാരുമുണ്ട്. MTയുടെ പുസ്തകങ്ങൾ, SK പൊറ്റക്കാടിൻ്റേത്, സുഭാഷ് ചന്ദ്രൻ്റേത്, ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാതൃഭൂമി നമ്മളിൽ എത്തിക്കുന്നുണ്ട്. ഇനി പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും തന്നെ മാതൃഭൂമി എത്തിക്കുന്നുണ്ട്. ഏകദേശം 3000-ന് മുകളിൽ ടൈറ്റിലുണ്ട്. ഇംഗ്ലീഷും മലയാളമായും 3000-ലധികം ടൈറ്റിലുണ്ട്. മാതൃഭൂമിയുടെ തന്നെ ബെസ്റ്റ് സെല്ലറായ ഏകദേശം ഒരു 10 പുസ്തകങ്ങൾ, അതായത് നമ്മുടെ ടോപ്പ് 10 എന്ന് പറഞ്ഞൊരു ഓപ്ഷനുള്ള 10 പുസ്തകങ്ങൾ പ്രത്യേകം ഡിസ്പ്ലേ ഉണ്ട്. കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ, മരിയായസ് മരിയ, ആത്രേയകം, മരണവംശം, സ്നോ ലോട്ടസ്. ഇത്തവണ വയലാർ അവാർഡ് നേടിയ ഈ സന്തോഷ് കുമാർ എഴുതിയ ജ്ഞാനഭാരമുണ്ട്, അന്ധകാരനഴി, ഏഴാമത്തെ പന്ത്, അങ്ങനെ പുള്ളിയുടെ പുസ്തകങ്ങൾ എല്ലാ തരത്തിലുള്ള വായനക്കാരുടെയും അവരുടെ വായനാ രുചിയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആത്മകഥയുണ്ട്, ലേഖനങ്ങളുണ്ട്, കഥയുണ്ട്, കവിതയുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ് നമ്മളിവിടെ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നിരവധി പുതിയ പുസ്തകങ്ങളും വായനക്കാരിൽ മാതൃഭൂമി എത്തിക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ പ്രകാശനവും മാതൃഭൂമി ഇവിടെ നടത്തുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് ഏറ്റവും അധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. ജാൻ അബുദാബി എഴുതിയ സദാമണിപുരത്തിൻ്റെ പ്രകാശനത്തോടു കൂടിയിട്ടാണ് മാതൃഭൂമിയുടെ പുസ്തക പ്രകാശനം ആരംഭിച്ചത്. എല്ലാ ദിവസങ്ങളിലും ഏറ്റവും അധികം വായനക്കാരുള്ള പുസ്തകങ്ങൾ മാതൃഭൂമി പ്രകാശനം ചെയ്യുന്നുണ്ട്. വളരെ കാലങ്ങളായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇവിടെ വെച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്യണമെന്നുള്ളത്. അത് എൻ്റെ ദേശത്തിൻ്റെ തന്നെ കഥ പറയുന്ന ഒരു ഗ്രാമം വേറെ ഗ്രാമമായിട്ട് മാറുന്ന കഥ പറയുന്ന സദാമണിപുരം എന്ന ഒരു പുസ്തകമാണ്. അത് ഇവിടെ ഇന്ന് പ്രകാശനം നടന്നത്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാതൃഭൂമി ബുക്സാണ്. ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ആദ്യ ദിവസം തന്നെ മാതൃഭൂമി ബുക്സിലെത്തി മാതൃഭൂമിയുടെ പാരമ്പര്യത്തെക്കുറിച്ചും മലയാളി വായനക്കാരെ വളർത്തിയെടുക്കുന്നതിൽ മാതൃഭൂമി വഹിച്ച പങ്കിനെ കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. From childhood, going to a book fair has always been the most enjoyable period for any student, any good student. I was always a good student, and any Malayali will associate their childhood and their knowledge growth with Madhrubhumi. And I am glad that you are here helping the Indian community, particularly the Kerala community here.
കേരളത്തിൽ പ്രകാശനം ചെയ്തതിൻ്റെ തുടർച്ചയായി ഇ പി ജയരാജൻ്റെ ഇതാണെൻ്റെ ജീവിതം പ്രവാസി വായനക്കാരിലും എത്തുകയാണ്. മാതൃഭൂമി ബുക്സാണ് പുസ്തകം എത്തിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇ പി ജയരാജൻ വായനക്കാരുമായി പ്രവാസികളുമായി ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ചാണ് ഇ പി ജയരാജൻ ഞായറാഴ്ച വൈകിട്ട് പുസ്തകത്തെക്കുറിച്ച് വായനക്കാരുമായി സംവദിക്കുക. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെ വേറിട്ടതാക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇത്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് അവിടെ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ പരിശീലനം നൽകുന്ന, അവരെ പരിശീലിപ്പിക്കുക മാത്രമല്ല അവരോട് ചേർന്ന് നിന്ന് ചിരിച്ച് കളിച്ച് സമയം ചെലവിടുന്ന ഒരനുഭവം. ഏതാണ്ട് 6 കേന്ദ്രങ്ങളാണ്, 6 വർക്ക്ഷോപ്പ് കേന്ദ്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിത്രരചനയിൽ താല്പര്യമുള്ളവർക്ക് ചിത്രരചന ചെയ്യാം. ഇനി അവർക്ക് മ്യൂസിക്കിലാണ് താല്പര്യമെങ്കിൽ അതിന് അവസരമുണ്ട്. മറ്റ് പല കളികളും കുട്ടികൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകോത്സവത്തിന് എത്തുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഇവിടെ ആക്കാം. പലയിടങ്ങളിൽ നിന്നുമായി എത്തുന്ന കുട്ടികളുമായി അവർക്ക് സമയം ചെലവിടാം. പല അനുഭവങ്ങളും അവർക്ക് പങ്കുവയ്ക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ പ്രസാധകർ ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തിയിട്ടുണ്ട്. 112 പ്രസാധകരായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സീസണിൽ, അതായത് 44ാമത് സീസണിൽ 118 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസാധകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. 2350 പ്രസാധകരാണ് ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തിയിട്ടുള്ളത്. 66 രാജ്യങ്ങളിൽ നിന്നും 250 അതിഥികളാണ് ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തുന്നത്. സാഹിത്യകാരന്മാരുണ്ട്, നിരൂപകരുണ്ട്, അതോടൊപ്പം തന്നെ പല മേഖലകളിൽ നിന്നുമുള്ള വിദഗ്ധരുണ്ട്. കെ സച്ചിദാനന്ദനും സന്തോഷ് കുമാറും അടക്കമുള്ള എഴുത്തുകാർ മലയാളത്തിൽ നിന്നും എത്തുന്നുണ്ട്. പുസ്തകമേളയ്ക്ക് അപ്പുറത്തേക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട, സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പുസ്തകമേള തുടങ്ങുന്നതിന് മുൻപുള്ള 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രസാധക സമ്മേളനം. ഇനി പുസ്തകമേളയ്ക്ക് ഇടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട് ലൈബ്രറി സമ്മേളനം. ഇങ്ങനെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. ഈ പ്രസാധക സമ്മേളനത്തിലാണെങ്കിൽ ഇത്തവണ ഏതാണ്ട് 31ഓളം സെമിനാറുകളും സെഷനുകളാണ് നടന്നത്. കേരളത്തിൽ നിന്നടക്കം നിരവധി പ്രസാധകർ പങ്കെടുക്കുകയും ചെയ്തു.